നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ഞാനൊരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2-3 വട്ടം അരിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. അതുപോലെ ചെയ്ത് എളുപ്പമാണ് കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് 2 തവണയായിട്ട് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റാണ് കേട്ടോ കാണിക്കണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 ബാച്ചായിട്ട് ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. അത് ജസ്റ്റ് ഒരു എന്താ പറയുക, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതുപോലെ നമുക്ക് എത്രയാണോ ലൂസ് വേണ്ട ബാറ്ററിന് അതിനനുസരിച്ച് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് ഒരുപാട് മിക്സ് ചെയ്യാതെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റായ ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 27 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ഈ പാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ കുഞ്ഞിതാക്കി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗർ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് അതുപോലെ തന്നെ റെഡ് വെൽവെറ്റിലേക്കും ചെറി സിറപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ചെറി എടുക്കാൻ നോക്കുക. എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായി തിളച്ചതിന് ശേഷം തണുപ്പിക്കാൻ വയ്ക്കാം നമുക്ക്. ഇനി കേക്കൊന്ന് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗർ പൗഡറും ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താണ്. നമുക്ക് ഇതിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ തണുത്തതിന് ശേഷം. അത് നമുക്ക് ഉപയോഗിച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മീതയ്ക്ക് നമ്മൾ ഫ്രഷായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചെറി ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് ടോട്ടൽ എടുത്താൽ മതി കേട്ടോ. അത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കൊന്ന് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ നമുക്ക് ഈ ലെയറിൻ്റെ മീതയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്. ഇതുപോലെ അല്ലാതെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ ലെയേഴ്സും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ഒപ്പാവാൻ വേണ്ടി കട്ട് ചെയ്യാം. എന്നാലും നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഫിനിഷിങ് കിട്ടുള്ളൂ. എന്നിട്ട് മാത്രമേ ലാസ്റ്റ് ലെയറിൽ നമ്മൾ സിറപ്പ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് ക്രീം തേച്ച് ക്രം കോട്ട് ചെയ്തെടുക്കണം. സൈഡ് ആദ്യം ടോപ്പിലിട്ടിട്ട് ടോപ്പ് ഒന്ന് നന്നായി പരത്തി കൊടുത്തതിന് ശേഷം അടിയിലേക്ക് കൊണ്ടുവരാം. ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ അടിഭാഗം ഒന്ന് ഇങ്ങനെ എന്താ ടോപ്പ് ഭാഗം എത്തുമ്പോൾ ഒരു കൂർത്ത പോലെ ഇരിക്കും കേട്ടോ. ഇച്ചിരി ഷേപ്പ്ലെസ് പോലെ തോന്നും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ടോപ്പിലാണ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കി വരുന്ന നല്ല ഫിനിഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം, അതായത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ക്രീം വെച്ച് ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ.